ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തൂരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ഭഗവാന്റെ മുമ്പിൽ മേൽപുത്തൂർ നാരായണ ഭട്ടതിരി സമർപ്പിച്ച നറുനവനീതമാണ് ശ്രീമന്നാരായണീയം. ആ ശ്രീമന്നാരായണീയത്തെ നാരായണീയ മധുരമായി ഓരോ ദിവസവും ഓരോ ശ്ലോകം എന്നുള്ള രീതിയിൽ അനുസ്മരിക്കാനുള്ള ഭാഗ്യം നാരായണ ഭട്ടതിരിയും സാക്ഷാൽ ശ്രീമന്നാരായണനും നമുക്ക് അനുവദിച്ചു തന്നു. അതിൽ 33-ാമത്തെ ദിവസമാണ് ഇന്ന്. 4-ാമത്തെ ദശകത്തിൽ 3-ാമത്തെ ശ്ലോകം, അതാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. ആ ശ്ലോകം ആദ്യം പാരായണം ചെയ്യാം. പിന്നെ അതിനെ അനുസ്മരിച്ച് വീണ്ടും ഒരിക്കൽ കൂടി ശ്ലോകം ചൊല്ലി അതിൻ്റെ മലയാള പരിഭാഷയായിരിക്കുന്ന ഭാഷാഗാനം ശ്രീഹരിയം എന്നുള്ള ഭാഗത്തെ പാരായണം ചെയ്ത് നമുക്ക് സമർപ്പിക്കാം. ഇവിടെ 4-ാമത്തെ അധ്യായം അഷ്ടാംഗയോഗത്തെക്കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ യമം, നിയമം, ആസനം എന്നീ 3 യോഗാംഗങ്ങളെ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത ശ്ലോകത്തിൽ പ്രാണായാമം, പ്രത്യാഹാരം എന്നീ 2 ആ യോഗാംഗങ്ങളെയാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്, വർണ്ണിക്കുന്നത്. താരമന്തരനു ചിന്ത്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മല ഇന്ദ്രിയാണി വിഷയാദധാപഹൃത്യാസ്മഹേ ഭവതുപാസനോന്മുഖാ. വയം അന്ത താരം
ഇവിടെ പറയാണ്, അടിയങ്ങൾ മനസ്സിൽ ആ ഓങ്കാരത്തെ, താരമന്ത്രം അല്ലേ, താരകമന്ത്രം എന്നൊക്കെ പറയും, സന്തതം അനുചിന്യ, ഇടമുറിയാതെ, ഒരിക്കലും തടസ്സമില്ലാതെ എപ്പോഴും ധ്യാനിച്ച്, പ്രാണവായും അഭിയമ്യ, ശ്വാസവായുവിനെ, ആ പ്രാണവായുവിനെ സ്വാധീനമാക്കിയിട്ട് നിർമ്മലാഹ, നിർമ്മലമായ മനസ്സോടു കൂടിയുള്ളവരായിട്ട് തീരും. കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം തുടങ്ങിയ ആ ഷഡ്രിപുക്കളെയൊക്കെ അകറ്റി മനസ്സിനെ നിർമ്മലമാക്കി, അഥാ ഇന്ദ്രിയാണി വിഷയാത്, പിന്നീട് അതിനുശേഷം എന്തു ചെയ്യും? ആ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ച് അപഹൃത്യ ഭവതുപാസനോന്മുഖ ആസ്മഹേ, അവിടുത്തെ ഉപാസിക്കുന്നതിൽ സന്നദ്ധമായി ഇരുന്നോളാം. അഷ്ടാംഗയോഗം നമ്മൾ കേട്ടു. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി, ഇങ്ങനെയുള്ള 8 അംഗങ്ങളോടുകൂടിയതാണ് യോഗാംഗങ്ങൾ എന്നാണ് അതിന് പറയുക. അപ്പോൾ ഈ 8 അംഗങ്ങളോടുകൂടിയ അഷ്ടാംഗയോഗത്തിൽ യമം, നിയമം, ആസനം എന്നീ 3 അംഗങ്ങളെ കഴിഞ്ഞ ദിവസം 2ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ അനുസ്മരിച്ചുവെങ്കിൽ, 3ാമത്തെ ശ്ലോകത്തിൽ പ്രാണായാമം, പ്രത്യാഹാരം എന്നീ 2 യോഗാംഗങ്ങളെ പ്രതിപാദിക്കുന്നു അല്ലേ? എന്താണ് പ്രാണായാമം? പൂരകം, കുംഭകം, രേചകം എന്നീ 3 തലങ്ങളാണ് പ്രാണായാമത്തിലുള്ളത്. പൂരകം അകത്തേക്ക് വലിക്കുക, കുംഭകം അവിടെ പിടിച്ചു വയ്ക്കുക, രേചകം അതിനെ പുറത്തേക്ക് വിടുക. അങ്ങനെ നാസാദ്വാരത്തിലൂടെ വായുവിനെ വലിച്ച് അതിനെ അവിടെ പിടിച്ചു വെച്ച് നാസാദ്വാരത്തിലൂടെ പുറത്തേക്ക് വിട്ട് അതിലൂടെ നാഡീശുദ്ധി ഉണ്ടാവുന്നതാണ്. അങ്ങനെ ശ്വാസത്തെ നിയന്ത്രിക്കാൻ സാധിക്കുക, ഇതാണ് പ്രാണായാമത്തിൻ്റെ ലക്ഷ്യം തന്നെ. അപ്പം അങ്ങനെ പ്രാണായാമത്തിലൂടെ നാഡീശുദ്ധി വരുത്തണു. അത് കഴിഞ്ഞാൽ പിന്നീട് പ്രത്യാഹാരം ആണ്. ഇന്ദ്രിയങ്ങളെ പിൻവലിക്കുക, വിഷയങ്ങളിലേക്ക് തിരിഞ്ഞു നിന്നിരുന്ന ഇന്ദ്രിയങ്ങളെ, അത് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും മനസ്സും ഒക്കെ തന്നെ അതിൽ നിന്ന് പിൻവലിച്ച്, സജ്ജനങ്ങൾ ഇവിടെ ഒരു ഉപമ പറയാറുള്ളത്, ഇന്ദ്രിയങ്ങൾ ശത്രുക്കളാണ്. ആ ഇന്ദ്രിയങ്ങളാകുന്ന ശത്രുക്കളെ നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ആ ശത്രുക്കളെ, വിഷയങ്ങളെ കാണുന്ന സമയത്ത് ഇന്ദ്രിയങ്ങൾ അതിൽ ആകർഷിക്കപ്പെടാതെ നോക്കണം. ഏതുപോലെ ഒരു ആമ ശത്രുക്കളെ കാണുന്ന സമയത്ത് തൻ്റെ കൈകാലുകളും തലയും അകത്തേക്ക് വലിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടുന്നത് പോലെ പ്രത്യാഹാരം എന്ന ഈ യോഗമാർഗത്തിലൂടെ നമ്മൾ എന്തു ചെയ്യണം? ഈ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിക്കാനുള്ള അല്ലെങ്കിൽ പിൻവലിക്കാനുള്ള വഴിയാണിത്. അങ്ങനെ അവിടുത്തെ ഉപാസിക്കുന്നതിൽ സന്നദ്ധമായി, ഭഗവാനെ എപ്പോഴും ഉപാസിക്കുന്ന ഒരാൾക്ക് ഇന്ദ്രിയ നിഗ്രഹം വളരെ എളുപ്പമായിരിക്കും, അവരെ വിഷയങ്ങൾ ബാധിക്കില്ല എന്നാണ്. അപ്പം ഈ 2 അംഗങ്ങളെയും സമ്പാദിക്കുന്നതിന് ഈ പ്രാണായാമം, പ്രത്യാഹാരം, ഇത് മാത്രമല്ല, അഷ്ടാംഗയോഗം അല്ലെങ്കിൽ എന്തും സാധിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പം അതുകൊണ്ട് 2 അംഗങ്ങളെയും സമ്പാദിക്കുന്നതിനുള്ള മുഖ്യമാർഗം എന്ന് പറയുന്നത് അങ്ങയെ ഭജിക്കുക എന്നുള്ളതാണ്. അപ്പം അതിനുവേണ്ടി ആ ഓങ്കാരത്തെ ഇടമുറിയാതെ ധ്യാനിച്ച് താരം സന്തതം അനുചിന്യ, താരമന്ത്രത്തെ, താരകമന്ത്രത്തെ, ആ പ്രണവമന്ത്രത്തെ ഇടമുറിയാതെ ധ്യാനിച്ച് ഞങ്ങൾ, അല്ലെങ്കിൽ ഞാൻ അത് നേടിയെടുക്കും. അങ്ങനെ ഉപാസിക്കുന്നതിലൂടെ ഞാൻ അങ്ങനെ ഇരുന്നോളാം ഭഗവാനെ എന്ന് പറയുകയാണ് പട്ടേരിപ്പാട്. ആ ശ്ലോകം ഒരിക്കൽ കൂടി നമുക്ക് ചൊല്ലി അതിൻ്റെ മലയാള പരിഭാഷ ശ്രീഹരീയമായി ചൊല്ലി സമർപ്പിക്കാം. താരമന്തരനുചിന്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മല ഇന്ദ്രിയാണി വിഷയാദധാപഹൃത്യാസ്മഹേ
ഭവതുപാസനോന്മുഖ. ശ്രീഹരിയം. ഓങ്കാരമന്ത്രത്തെ അന്തരംഗത്തിങ്കൽ ഓർത്തുകൊണ്ട് ജീവവായുവടക്കി ഞാൻ ധ്യാനം ചെയ്തിടാം. ഇന്ദ്രിയ നിഗ്രഹം ചെയ്തു എന്നുമെന്നും പൂജ ചെയ്യാം. ചന്ദ്രവംശജാതനാകും പൊന്നുണ്ണിക്കണ്ണ. നാരായണ 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 ശ്രീവാസുദേവ. ഇതോടുകൂടി ഇന്നത്തെ ഈ നാരായണീയ മധുരം നാരായണപാദങ്ങളിൽ സമർപ്പിക്കുന്നു.